നീരജ് ഈ പഠനത്തിന്റെ കൂട്ടത്തില് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ലൈക്ക് ഇത്തരം ഈ പ്രഷറിനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ. ഞാൻ ബേസിക്കലി ഒരു സ്കൂൾ സമയത്തും കോളേജ് സമയത്തും ഒരു അത്ലീറ്റ് ആയിരുന്നു. ഞാൻ കേരള യൂണിവേഴ്സിറ്റി സൗത്ത് സോൺ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. അപ്പം കോളേജിൽ ഒരു ഇഞ്ചറി പറ്റിയാണ്, ടെൻഡൻ ഡാമേജ് ആയിരുന്നു. അപ്പം ഫുട്ബോൾ ഫ്രണ്ട്സുമായിട്ട് കളിക്കുമായിരുന്നു മെയിനായിട്ടും. പിന്നെ അല്ലാതെ ഫ്രണ്ട്സായിട്ട് ഫിലിം കാണാനൊക്കെ പോകും. പിന്നെ മെയിനായിട്ടും നമുക്കൊരു സ്റ്റഡി സർക്കിളുണ്ട്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഹരിപ്പാട് ഒരു ഫ്രണ്ട് ഉണ്ട്, ദിവ്യ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതേപോലെ വെഞ്ഞാറമ്പൂട് അഭിരാമി എന്ന് പറഞ്ഞ ഫ്രണ്ട്. അപ്പം കുറച്ച് ഫ്രണ്ട്സ് നമ്മൾ ലൈക്ക് മൈൻഡ് ആൾക്കാരായിട്ട് നമ്മൾ കൂടുതലും മേ ബി ചിലപ്പോൾ നമ്മുടെ പഴയ ഫ്രണ്ട്സായിട്ട് നമുക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എക്സാമിന് പഠിക്കുന്നുണ്ട്, കുറച്ച് ലൈക്ക് മൈൻഡ് ആൾക്കാരുണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ ഷെയർ ചെയ്യാനും പേരൻസിനേക്കാൾ മേ ബി അവർക്ക് മനസ്സിലാവും. കാരണം നമ്മൾ പോകുന്ന സെയിം ഒരു കാര്യത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണല്ലോ, പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അതേപോലെ നമ്മൾ മൈൻഡ് കുറച്ച് കൺട്രോൾ ചെയ്ത് വയ്ക്കണം. ചില ദിവസങ്ങളിൽ ഓട്ടോമാറ്റിക് ആയിട്ടും നമുക്ക് എന്തായാലും ഇതേപോലെ പ്രഷേഴ്സ് ഭയങ്കരമായിട്ട് കൂടുന്ന ദിവസം കാണും. ഇപ്പൊ നമ്മള് കമ്പാരിസൺസ് എന്തായാലും ഓട്ടോമാറ്റിക് വരും. അപ്പൊ നമുക്ക് ഇതേപോലെ മൈൻഡ് വേറെ കാര്യങ്ങളിലോട്ട് ആ സമയങ്ങളിൽ ചെയ്യണം. ഒരു ദിവസം ഇപ്പൊ നമ്മൾ മാറ്റി വെച്ചെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് കാര്യങ്ങളിൽ സ്പെൻഡ് ചെയ്യാം, അത്രേ ഉള്ളൂ.